ഹായ് ഫ്രണ്ട്സ്, ചെങ്ങന്നൂർ RT ഓഫീസിൽ ഒരു 3 മണിക്ക് മുമ്പായിട്ട് എത്തണമെന്നുള്ള ആഗ്രഹമായിട്ട് ബസ് കാത്ത് കൊട്ടാരക്കര സ്റ്റാൻഡിൽ നിന്നപ്പോൾ ആ ഒരു സൂപ്പർ ബസ് വരുന്നു. എന്നാൽ പിന്നെ ചാടിക്കയറി അതിനകത്ത് പോകാമെന്ന് വിചാരിച്ച് വണ്ടിക്കകത്ത് കയറിയിരുന്നു. കൊട്ടാരക്കര എത്തിയപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി ആയതുകൊണ്ട് കുറേ പേരൊക്കെ ഇറങ്ങി കണ്ടക്ടറെ തിരക്കി ഇങ്ങനെ നിന്നപ്പോഴത്തേന് ആൾ വന്നു. കൊട്ടാരക്കരയിൽ നിന്ന് ചെങ്ങന്നൂർ വരെ അതിനകത്ത് 60 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ടോട്ടൽ എമൗണ്ട് 64. അതിങ്ങനെ ആലോചിച്ച് എന്തോന്ന് ടിക്കറ്റ് നോക്കിയിരുന്നപ്പോഴത്തേനും 4 രൂപ സെസ് എന്ന് കാണിച്ച്. സെസ് എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല, അറിയാവുന്നവരുന്ന് കമൻറ്റ് ചെയ്യണേ സെസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന്. വണ്ടി 20 മിനിറ്റ് തികച്ചെത്തുന്നതിന് മുമ്പായിട്ട് ഒരു ഹോട്ടലിൽ നിർത്തിയിട്ട് പറഞ്ഞ് ഒരു 10 മിനിറ്റ് താമസമുണ്ട്, ആർക്കെങ്കിലും ആഹാരം കഴിക്കണമെങ്കിൽ കഴിക്കാമെന്ന്. സത്യം പറഞ്ഞാൽ അങ്ങനെ വണ്ടി നിർത്തിയത് കൊണ്ടാണ് ഈ വീഡിയോ എടുക്കാൻ തന്നെ കാരണം. എന്നാലും എല്ലാവരെ പോലെ യാത്രക്കാരെ പോലെ ഞാനും ഇങ്ങനെ അക്ഷമനായിട്ടിരുന്നു. എന്താണെങ്കിലും സമയം നോക്കിയപ്പോഴത്തേനും ഏകദേശം 1 മണി 1:05 ആയി. ഞാനൊരു ഡ്രൈവർ ആയതുകൊണ്ട് വിശപ്പിൻ്റെ നമുക്കറിയാൻ പറ്റും. പിന്നെ വാച്ച് നോക്കിയിരുന്ന് കൃത്യം അവർ പറഞ്ഞ കണക്ക് തന്നെ 10-12 മിനിറ്റ് എടുത്തോളൂ. എന്താണെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു ആഹാരം കഴിച്ചിട്ട് വന്ന് വണ്ടി എടുത്ത്. അതൊരു നല്ല ഹോട്ടലാണെന്ന് തോന്നുന്നു, റോഡ് സൈഡിൽ. ഇപ്പോൾ ഹോട്ടലിലെ പ്രൊമോഷന് വേണ്ടിയൊന്നും ഇട്ടതല്ല വീഡിയോ. അങ്ങനെ എന്തായാലും വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ട്വിസ്റ്റ് ഇനി പറയാൻ പോകുന്ന കാര്യമാണ്. ആ MC റോഡിൽ കൂടെ വാഹനം തരക്കേടില്ലാത്ത വേഗത്തിൽ പോയിക്കൊണ്ടിരുന്നു. മുമ്പിലൊരു ടൂറിസ്റ്റ് ബസ് പോകുന്നുണ്ട്. അപ്പം ആ വാഹനം എന്തുവാണോ സൈഡ് കൊടുക്കാത്തതാണോ അതോ ഇനി എന്താ കാര്യം എന്നറിയത്തില്ല. പക്ഷേ പിന്നീട് നടന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ പേര് ഐരാവത് എന്ന് അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. BS3 വാഹനത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം അത് ഡ്രൈവർ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊക്കെ പുറത്തെടുത്ത് കട്ടയ്ക്ക് തന്നെ കൂടെ നിന്ന് മറ്റേ ആൾ എന്താണോ സൈഡ് കൊടുക്കാത്തതല്ല, മുമ്പിൽ വണ്ടി പോകുന്നതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വണ്ടിയിലെ വണ്ടിയുണ്ട്, ടാങ്ങരൊക്കെ ഉണ്ട്. എന്തായാലും ഐരാവതിനെ നമ്മളെ ജഡായു അടിച്ച് വെച്ചങ്ങ് കറക്കി അങ്ങ് വെളിയിൽ കളഞ്ഞു. അപ്പോൾ ഞാനൊരു സംശയം കൊണ്ട് വണ്ടിയുടെ സ്പീഡ് നോക്കിയപ്പോഴത്തേന് അപ്പോൾ നമ്മുടെ വണ്ടി എങ്ങനെയാണെങ്കിലും 80 വരെ പോകേണ്ട ഒരു വണ്ടിയാണ് BS3 വണ്ടി. 80, 70, 80 എന്താണെങ്കിലും നല്ല തരക്കേടില്ലാത്ത സ്പീഡുണ്ട്, കൊള്ളാം. ആളുടെ ഡ്രൈവിങ് സൂപ്പർ തന്നെയാണ്. ഇതാണ് KSRTCയുടെ ഡിപ്പോയുടെ പേരും നമ്പരും. പക്ഷേ നല്ല ഡ്രൈവിങ്ങാണ് കേട്ടോ. നമ്മൾ ഡ്രൈവർ ആയതുകൊണ്ട് മറ്റൊരാളുടെ ഡ്രൈവിങ്ങിനെ നമ്മൾ വിലയിരുത്തുമല്ല, ആളുടെ പിന്നെ ഓവർടേക്കിംഗ് ആണെങ്കിലും എന്താണെങ്കിലും. പക്ഷേ ആ ഫ്രീക്കിനെ എനിക്ക് കാണാൻ പറ്റില്ല. എനിക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു, അയാളുടെ പേര് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ആളെ ഇനി കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാകും. ആൾ മറ്റേ മൂക്കിലും ചെവിയിലൊക്കെ സ്റ്റഡൊക്കെ ഇട്ട നല്ലൊരു ചെറുപ്പക്കാരനാണ് നമ്മളെപ്പോലെ. എന്താണെങ്കിലും പുള്ളി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേരെ.